ഒന്ന് ജേണലും വീഡിയോ ചെയ്യോ ജേണലും വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് എന്റെ ഇൻബോക്സ് ഫുൾ റിക്വസ്റ്റോട് നിറഞ്ഞു. അപ്പൊ പിന്നെ ചെയ്തേക്കാന്ന് വെച്ചു. നിങ്ങളത് വിശ്വസിച്ചോ? ചുമ്മാ അറിഞ്ഞതാ എന്ന് പറഞ്ഞ് ആരും ചോദിച്ചില്ലെന്നല്ല, 2-3 പേര് ചോദിച്ചു കേട്ടോ. ഒരു കണ്ടന്റിന് വേണ്ടിയല്ല ഞാൻ ഈ ജേണലും ചെയ്യുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇതെനിക്കൊരു തെറാപ്പിയാണ്. വെൻ ഐ ഫീൽ വെരി ലോ ഞാൻ ഒരു ജേണലും ചെയ്യും, അതാ പതിവ്. രണ്ടാമത്തെ കാര്യം, ഈ ജേണലും വീഡിയോയിൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഇടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. പിന്നെ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കണം. ഇനി വോയിസ് ഓവർ കൊടുക്കാന്ന് വെച്ചാൽ അതിൽ എന്താ പറയേണ്ടതാണ് എന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ഞാൻ ജേണൽ ചെയ്യുന്ന ഒരു സപ്ലൈസും ഞാൻ ഉണ്ടാക്കിയതല്ല, എല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാ. അപ്പൊ പിന്നെ ഇൻസ്ട്രക്ഷൻ തരാനൊന്നും ഇല്ല എന്റെ കയ്യിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ജേണലും വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കോട്ടെ, നമുക്ക് കുറച്ച് സംസാരിക്കാന്ന്. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ അത് കേൾക്കുന്നു. ഇനി എന്തെങ്കിലും തിരിച്ചു പറയാനുണ്ടെങ്കിൽ എല്ലാം കമന്റ് ആയിട്ട് ഇട്ടോളൂ. എന്റെ ഈ പേജിൽ നോക്കി അറിയാം, ആദ്യം ഞാൻ പോസ്റ്റ് ചെയ്ത എല്ലാം കുറെ പിക്ചർ ജേണലിന്റെ വീഡിയോസ് ആയിരുന്നു. അന്ന് എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കുറെ സ്റ്റിക്കർ എത്തി ബുക്കിൽ അടിച്ചിട്ട് എന്ത് കാണിക്കുന്നേ, ഇതിൽ എന്ത് ക്രിയേറ്റിവിറ്റി ഉള്ളതെന്ന്. വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പോയില്ല, പിടിച്ച് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പിന്നീടാണ് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായത്, ഇത് എല്ലാവർക്കും കൊണ്ട് ബോധിക്കില്ല. അത് അങ്ങനെയാണ്, ജേണലിംഗ് ഇഷ്ടമുള്ളവർ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഈ വീഡിയോ തന്നെ എത്ര പേര് ഫുള്ള് കാണുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. ബട്ട് നോ വറീസ്, ജേണലിംഗ് ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ കാണാതിരിക്കില്ല. എന്റെ ആദ്യത്തെ ജേണലിംഗ് എപ്പോഴാണെന്നറിയാവോ? ഞാൻ ആദ്യമായി മൈക്കിൽ കൂടെ ഒരു പാട്ട് പാടിയെന്ന്. ആ പാട്ട് ഏതാണെന്ന് അറിയണോ? നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവ ഞാൻ കാത്തിരുന്ന ദിനം, പ്രണയം പറഞ്ഞിട. ക്രിഞ്ചല്ലേ, സ്കൂൾ ടൈമിൽ പാടിയതാ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെന്താന്ന് വെച്ചാൽ, അന്ന് ഞാൻ ആദ്യമായിട്ട് മൈക്കിൽ കൂടെ പാടിയപ്പോണ്ടായ സന്തോഷമാണോ ടെൻഷനാണോ എന്താണെന്നറിയില്ല, ഞാനൊരു ബുക്കും പേപ്പറും എടുത്ത് എന്റെ മനസ്സിൽ വന്ന് എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അവിടെയായിരുന്നു എല്ലാത്തിന്റെ തുടക്കം. ഞാൻ പറഞ്ഞില്ലേ, ഈ ജേണലിംഗ് ചെയ്യുന്നതിന് അങ്ങനെ ഏജും ജെൻഡറും ഒന്നുമില്ല. എനിക്ക് ഇൻബോക്സിൽ ജുവൽ എന്ന് പറയുന്നൊരു കുട്ടി അത് ചെയ്ത് കുറച്ച് ജേണലിംഗിന്റെ പിക്ക് എനിക്ക് അയച്ചു തന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത് അറിയോ? എന്റെ എല്ലാ ജേണലിംഗിനും ഒരു റീസൺ ഉണ്ട്, ഇതിനും ഉണ്ട്. ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷമുള്ള എന്റെ ഒരു ഹീലിംഗ് ടൈമാണിത്. സോ എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു ജേണലിംഗ് ആണിത്. ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന അത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ. അപ്പൊ ഈ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിക്കുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ല, ക്രിയേറ്റീവ് അല്ലെന്നോ യൂസ്ഫുൾ അല്ലെന്നോ എന്ത് വേണേലും പറഞ്ഞോട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഹാപ്പി ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. അതായത് സംസാരിച്ച് നമ്മുടെ ജേർണിംഗ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ജേർണിംഗ് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷെ ഇത് ഇഷ്ടമായോ ഇല്ലയെന്ന് പറയണേ. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം.